ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച മുൻ നിലപാടിൽ നിന്ന് പിന്മാറാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തുന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിനായി വെർച്വൽ ക്യൂ രജിസ്ട്രേഷൻ നാളെ തുടങ്ങും. 500 വിദേശ പ്രതിനിധികൾ അടക്കം 3000 പേരെ പങ്കെടുപ്പിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് സുപ്രീം കോടതിയിൽ വാദിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തും മുമ്പ് നിലപാട് തിരുത്തണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടി. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ആ ആചാരാനുഷ്ഠാനങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കും. ഒപ്പം തന്നെ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും. അതേസമയം കോൺഗ്രസ് എതിർപ്പ് തുടരുകയാണ്. ഭൂരിപക്ഷ വർഗീയത മുതൽക്കൂട്ടാക്കാനാണ് CPIM ശ്രമമെന്ന് അടൂർ പ്രകാശ്. ഭൂരിപക്ഷ വർഗീയതയെ എങ്ങനെ മുതൽക്കൂട്ടാം എന്ന് ശ്രമിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമല ഏറ്റെടുത്തിരിക്കുന്നത്. നല്ല കാര്യമാണെങ്കിൽ എതിർക്കേണ്ടെന്ന് മുസ്ലിം ലീഗ്. നമുക്ക് അതന്നെ നമ്മളിപ്പോൾ അതിലൊരു അഭിപ്രായം പറയണ്ടല്ലോ. നല്ല കാര്യം ആണെങ്കിൽ ഗവൺമെൻറ് ആണെന്ന് വിചാരിച്ച് നമ്മൾ വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യപ്പ സംഗമത്തിൽ BJPക്ക് വിയോജിപ്പില്ലെന്നും യുവതീ പ്രവേശനത്തിൽ നേരത്തെയുള്ള നിലപാട് മാറ്റിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വിയോജിപ്പൊന്നുമില്ല. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുൻ നിലപാടിൽ നിന്നും മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പിൻവാങ്ങിയിട്ടുണ്ടോ? പ്രതിനിധികളെ അയക്കുമെന്ന് NSS വ്യക്തമാക്കി. സംഗമ ദിവസം മാസപൂജയ്ക്കെത്തുന്ന സാധാരണ ഭക്തർക്ക് നിയന്ത്രണമുണ്ടാകും. 24 തിരുവനന്തപുരം. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ വിമർശനവുമായി പന്തളം കൊട്ടാരം നിർവാഹക സംഘം. സാധാരണ ഭക്തർക്ക് എന്തു ഗുണം എന്ന് പന്തളം കൊട്ടാരം പ്രതിനിധി ചോദിച്ചു. യുവതീ പ്രവേശന കാലത്തെ കേസുകൾ പിൻവലിക്കണം. 2018-ലുണ്ടായ നടപടികൾ ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്ന് സർക്കാർ ഭക്തർക്ക് ഉറപ്പ് നൽകണമെന്നും നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ പറഞ്ഞു. ഈ ആഗോള സംഗമം പമ്പയിൽ വെച്ച് നടത്തുമ്പോൾ അതുകൊണ്ട് ഭക്തജന സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം. മറ്റൊന്ന്, 2018-ൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ഉടൻ തന്നെ പിൻവലിക്കണമെന്നാണ് പറയാനുള്ളത്. പന്തളത്ത് കൊട്ടാരത്തിന് ഇക്കാര്യത്തിൽ വേറെ രാഷ്ട്രീയമായ മറ്റൊന്നും തന്നെ ഇല്ല. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ജയശങ്കർ, എന്താണ് ഇക്കാര്യത്തിൽ പന്തളം കൊട്ടാരത്തിന്റെ നിലപാട്? അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട നിർവാഹക സംഘം നിലവിൽ പ്രകടിപ്പിക്കുന്നത്. ഈ സാധാരണ ഭക്തർക്കെതിരെ ഈ 2018-ലെ പ്രതിഷേധ കാലത്ത് ഉൾപ്പെടെ എടുത്ത കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ ഭക്തർക്ക് എന്ത് ഗുണമാണ് ഈ ഒരു സംഗമം നടത്തുന്നതുകൊണ്ട് എന്നൊരു ചോദ്യമാണ് പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ചോദിക്കുന്നത്. ഒപ്പം തന്നെ യുവതീ പ്രവേശന കാലഘട്ടത്തിലെ കേസുകൾ പൂർണ്ണമായി പിൻവലിക്കണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. ഈ ഭക്തർക്കൊപ്പമാണ് സർക്കാർ എന്നൊരു ഉറപ്പ് നൽകാൻ തയ്യാറാവണം. അല്ലാതെ ഇത്തരത്തിലുള്ള പരിപാടികളായി മുന്നോട്ട് പോകുന്നതിന് അംഗീകരിക്കാൻ ആകില്ലെന്നാണ് അവരുടെ ഒരു നിലപാട്. ഒപ്പം തന്നെ യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സർക്കാർ നിലപാട് തിരുത്തണമെന്നൊരു പ്രധാന ആവശ്യവും പന്തളം കൊട്ടാരം എന്തായാലും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവർ പറഞ്ഞു വെക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ആചാര സംരക്ഷണത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നൊരു നിലപാടും ഈ നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രീയം ഇതിനില്ല, ആചാരം തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയിലേക്കും നിലപാടിലേക്കും എത്തുന്നതെന്നാണ് പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നിലവിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഈ യോഗക്ഷേമ സഭയ്ക്ക് പിന്നാലെ ഒക്കെ തന്നെ വലിയ വിമർശനമാണ് പന്തളം കൊട്ടാരം. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണെന്ന് സ്പീക്കറെ അറിയിക്കാൻ ക്രൈംബ്രാഞ്ച്. അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് ഈ നീക്കം. ഗർഭഛിദ്ര ശബ്ദരേഖയിലെ യുവതിയെ കണ്ടെത്താൻ മാധ്യമപ്രവർത്തകരിൽ നിന്നും വിവരം ശേഖരിക്കാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരിട്ടുള്ള പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും കേസുമായി മുന്നോട്ടു പോവുകയാണ് അന്വേഷണ സംഘം.
നിലവിലെടുത്തിരിക്കുന്ന കേസിന്റെയും എഫ്ഐആറിന്റെയും വിവരങ്ങൾ സ്പീക്കറുടെ ഓഫീസിന് കൈമാറും. അടുത്തയാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന രാഷ്ട്രീയ ചർച്ചകൾക്കിടെയാണ് ക്രൈംബ്രാഞ്ച് നീക്കം. രാഹുലിനെതിരെ പരാതി നൽകിയ അഡ്വക്കേറ്റ് ജിൻഡോ സെബാസ്റ്റ്യന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ഞാൻ 21-ാം തീയതിയാണ് പരാതി കൊടുത്തത്. അത് വന്നത് ദൃശ്യമാധ്യമത്തിൽ വന്നൊരു ഓഡിയോ സംഭാഷണം. അതിനുശേഷം അത് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് അത് വ്യക്തമായിട്ട് ആ ഒരു ഗർഭചിത്രം നടത്തിയെന്ന രീതിയിൽ വന്ന് അതിനുശേഷം വന്ന് എല്ലാ ദൃശ്യമാധ്യമം വന്ന ലിങ്കുകൾ കാര്യങ്ങളുമായി ഒരു 5-6 കൂടി കൊടുത്തിട്ടുണ്ട്. ഗർഭഛിദ്ര ശബ്ദരേഖാ വിവാദത്തിൽ യുവതിയെ പരിചയമുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ തേടാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതി എന്ന റിപ്പോർട്ട് 4 മണി വരെ ലഭിച്ചിട്ടില്ല എന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. അംഗങ്ങൾക്ക് സഭയിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ല. രാഹുലിനെതിരെ പ്രതിഷേധമുണ്ടാകുമോ എന്ന കാര്യം തനിക്ക് പറയാനാകില്ല എന്നും സ്പീക്കർ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് സമാപനം. യാത്രയിലുടനീളം ലഭിച്ച വലിയ ജനപിന്തുണയ്ക്ക് നേതാക്കൾ നന്ദി പറഞ്ഞു. ഹൈഡ്രജൻ ബോംബ് വരാനുണ്ട് എന്നായിരുന്നു BJPക്ക് രാഹുൽ ഗാന്ധിയുടെ മുന്നറിയിപ്പ്. വോട്ടുകളിലേക്കും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിച്ച വോട്ടർ അധികാർ യാത്ര അവസാനിക്കുന്നു. പട്നയിലെ ഗാന്ധി മൈതാനത്ത് നിന്ന് പദയാത്രയോടെയായിരുന്നു വോട്ടർ അധികാർ യാത്രയുടെ സമാപന പരിപാടികൾ ആരംഭിച്ചത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPI ജനറൽ സെക്രട്ടറി D രാജ തുടങ്ങി ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പദയാത്രയ്ക്കെത്തി. പട്നയിലെ സമാപന വേദി ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി. നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനം ആറ്റം ബോംബായിരുന്നുവെങ്കിൽ അതിലും വലിയ ഹൈഡ്രജൻ ബോംബ് കൈവശമുണ്ടെന്നും BJP കരുതിയിരിക്കണമെന്നും രാഹുൽ ഗാന്ധി. ഓഗസ്റ്റ് 17-ന് സസ്രാമിൽ നിന്ന് ആരംഭിച്ച യാത്ര 1300 കിലോമീറ്റർ പിന്നിട്ടാണ് പട്നയിലെത്തിയത്. വോട്ടറധികാർ യാത്ര വലിയ വിജയമെന്നാണ് വിലയിരുത്തൽ. തുടർന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24. ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾക്ക് അവസരമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. എതിർപ്പുകളും അവകാശവാദങ്ങളും ഉന്നയിക്കാൻ കൂടുതൽ സമയം തേടി RJD ഉൾപ്പെടെയുള്ള കക്ഷികൾ നൽകിയ ഹർജിയിലാണ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത്. ഇതോടെ തിരുത്തലുകളും എതിർപ്പുകളും സമർപ്പിക്കാൻ ഇന്നത്തെ ദിവസത്തിന് ശേഷവും കഴിയുമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. എതിർപ്പുകളും അവകാശവാദങ്ങളും സമർപ്പിക്കാൻ വോട്ടർമാരെ സഹായിക്കുന്നതിന് പാരാ ലീഗൽ വോളണ്ടിയർമാരെ നിയോഗിക്കാനും കോടതി നിർദ്ദേശിച്ചു. ബീഹാർ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. ഹർജികൾ ഈ മാസം 8-ന് വീണ്ടും പരിഗണിക്കും. മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പാർലമെന്റ് ഹൗസ് കോംപ്ലക്സിലെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു. സെപ്റ്റംബർ 9-ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അദ്ദേഹം ഔദ്യോഗിക വസതി ഒഴിഞ്ഞത്. INLD അധ്യക്ഷനും കുടുംബ സുഹൃത്തുമായ അഭയ് സിംഗ് ചൌട്ടാലയുടെ ഛത്തർപൂരിലെ ഫാം ഹൗസിലേക്കാണ് ജഗദീപ് ധൻഖർ താമസം മാറിയത്. ചൌട്ടാല ആവശ്യപ്പെട്ടതനുസരിച്ചാണിത്. ജൂലൈ 21-ന് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച ശേഷം ഇന്ന് ഡൽഹി സൈനിക ആശുപത്രിയിലേക്ക് പോകാനാണ് ധൻഖർ ആദ്യമായി പുറത്തിറങ്ങിയത്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ധൻഖർ ഔദ്യോഗിക വസതിയിലേക്ക് മാറിയത്. സർക്കാർ വസതി ലഭിക്കുന്നതുവരെ ഛത്തർപൂർ എൻക്ലേവിൽ തുടരും. മുൻ നിയമസഭാംഗമെന്ന നിലയിലുള്ള പെൻഷനു വേണ്ടി കഴിഞ്ഞയാഴ്ച രാജസ്ഥാൻ നിയമസഭാ സെക്രട്ടേറിയറ്റിലും ധൻഖർ അപേക്ഷ നൽകിയിരുന്നു. 1993 മുതൽ 1998 വരെ രാജസ്ഥാനിലെ കിഷൻഗഡിൽ നിന്നുള്ള MLA ആയിരുന്നു ജഗദീപ് ധൻഖർ. 2019-ൽ പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിക്കപ്പെടുന്നതുവരെ MLA പെൻഷൻ ലഭിച്ചിരുന്നു. 2022-ലാണ് ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 24 ഡൽഹി. കേന്ദ്ര സർക്കാരിന്റെ എഥനോൾ 20 പെട്രോൾ നയത്തിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജിക്ക് പിന്നിൽ വൻ ലോബികളെന്ന് കേന്ദ്ര സർക്കാർ വാദിച്ചു. പുതിയ നയം കരിമ്പ് കർഷകർക്ക് ഗുണം ചെയ്യുന്നതാണ് എന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. ഇതോടെയാണ് സുപ്രീം കോടതി ഹർജി നിരാകരിച്ചത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്.
സംസ്ഥാനത്ത് 3 ദിവസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞും മലപ്പുറം സ്വദേശിനിയായ 52-കാരിയുമാണ് മരിച്ചത്. ചികിത്സയിലുള്ള 10 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ 24-നോട് പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ ഗുരുതരാവസ്ഥയിലായ ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദിഖിന്റെ 3 മാസം പ്രായമായ മകൻ മരിച്ചത്. കഴിഞ്ഞ 28 ദിവസമായി കുഞ്ഞ് വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഗുരുതരമായിരുന്നുവെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. ബ്രെയിനിന്റെ പ്രവർത്തനം തീരെ ഇല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെയാണ് വെന്റിലേറ്ററിൽ നമ്മൾ ആക്കേണ്ടി വന്നത്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയും പ്ലേറ്റ്ലെറ്റ് കൗണ്ടും വളരെ കുറവുള്ള ഒരവസ്ഥയിൽ ഇൻറ്റൻസീവായിട്ടുള്ള കൊടുക്കാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും നോക്കിയിരുന്നത്. ശനിയാഴ്ചയാണ് മലപ്പുറം വേങ്ങര കണ്ണമംഗലം സ്വദേശിനി റംല മരിച്ചത്. 52 വയസ്സായിരുന്നു. 10 പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 2 പേഷ്യൻസ് വളരെ ബാഡാണ്. ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ള പേഷ്യൻസ് ആണ്. അവർ 2 പേരും വെന്റിലേറ്ററിലാണ്. സാധ്യമാകുന്ന ഏറ്റവും മികച്ച ചികിത്സയാണ് രോഗികൾക്ക് നൽകി വരുന്നതെന്ന് വിദഗ്ധ സംഘം അറിയിച്ചു. 24 കോഴിക്കോട്. ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ഉപകരണങ്ങളുടെ വിതരണം നിലച്ചതോടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിലായി. വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക സർക്കാർ കൊടുത്തു തീർക്കാത്തതിനാൽ ഇന്നു മുതൽ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെക്കുന്നതായി വിതരണക്കാരുടെ സംഘടന അറിയിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി വിതരണക്കാർ ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 31 മുൻപ് കുടിശ്ശിക നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയെങ്കിലും അത് പാലിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെക്കാൻ വിതരണക്കാരുടെ സംഘടന തീരുമാനിച്ചത്. 21 ഗവൺമെൻറ് കാത്ത് ലാബിൽ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അറിയിച്ചിരുന്നു. അപ്പം ഓഗസ്റ്റ് മാസം നമുക്ക് പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യുമെന്നായിരുന്നു നമുക്ക് കിട്ടിയ ഉറപ്പ്. അപ്പം ഓഗസ്റ്റ് 30 വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്ട്രൈക്കിലേക്ക് പോകാതിരിക്കാൻ വേറെ ഓപ്ഷനില്ല. കാരണം നമുക്ക് സ്റ്റോക്കുകളില്ല. കാരണം നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാത്തതുകൊണ്ട് പാരൻറ്റ് കമ്പനി നമുക്ക് സ്റ്റോക്ക് തരുന്നില്ല. അങ്ങനെ പല സ്ഥലത്തും കറക്റ്റായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനിയും പേയ്മെൻറ്റ് ഡിലേ ആയി കഴിഞ്ഞാൽ സെപ്റ്റംബർ 1 മുതൽ നമ്മൾ കേരളത്തിൽ 21 ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാത്ത് ലാബ്സിൽ നമ്മൾ സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ. നിലവിൽ 158 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം നിലച്ചാൽ സർക്കാരിന് കീഴിലെ 21 ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് ഇത് ഗുരുതരമായി ബാധിക്കുക. പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ പാവപ്പെട്ട രോഗികൾ ദുരിതത്തിലാകും. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. ഗോപു നന്ദിലത്ത് ജി മാർട്ടിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നന്ദിലത്ത് ജി മാർട്ട് അത്തം 10 ലാഖ്പതി ഓഫർ 6ാം ദിവസത്തെ വിജയിയെ നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലാണ് നന്ദിലത്ത് ജി മാർട്ട് അത്തം 10 ലാഖ്പതി നറുക്കെടുപ്പ് നടത്തുന്നത്. 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ് വിജയികൾക്ക് ലഭിക്കുക. ഈരാറ്റുപേട്ടയിലെ ദക്ഷ കെ വിഷ്ണുദേവാണ് 6ാം ദിവസത്തെ വിജയി. കൂപ്പൺ നമ്പർ 55819. നന്ദിലത്ത് ജി മാർട്ട് ഈരാറ്റുപേട്ടയിലാണ് ദക്ഷ കെ വിഷ്ണുദേവ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ പ്രഹരത്തിനിടെ അമേരിക്കയ്ക്ക് വ്യക്തമായ സന്ദേശം നൽകി ഇന്ത്യ ചൈന റഷ്യ സൗഹൃദം. ഷാങ്ഹായ് ഉച്ചകോടിക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈന പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നരേന്ദ്രമോദിയും തമ്മിൽ ചർച്ച നടത്തി. പുടിനുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഏഷ്യയിലെ വൻശക്തികൾ തമ്മിൽ പുതിയ സൗഹൃദം രൂപപ്പെടുന്നതിന്റെ സൂചനയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ടിയാൻജിനിൽ കണ്ടത്. ഉച്ചകോടി വേദിയിൽ പ്രധാനമന്ത്രി മോദി എത്തിയത് വ്ളാഡിമിർ പുടിനൊപ്പം. പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ അവഗണിച്ച് ഇരുവരും നടന്നു നീങ്ങുന്നതും ഷെഹബാസ് ഷെരീഫ് നോക്കി നിൽക്കുന്നതുമായ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. ഫോട്ടോ സെഷന് മുമ്പായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നരേന്ദ്രമോദിയും തമ്മിൽ ഹ്രസ്വ ചർച്ച നടത്തി. മൂവരുടെയും ചിത്രങ്ങൾ മോദി എക്സിൽ പങ്കുവച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഉഭയകക്ഷി ചർച്ചകൾക്കായി മോദിയും പുടിനും ഒരേ കാറിലാണ് യാത്ര തിരിച്ചത്. പുടിനുമായി 50 മിനിറ്റോളം നീണ്ട ഉഭയകക്ഷി ചർച്ചയിൽ സാമ്പത്തിക ഊർജ്ജ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ചർച്ചയായി. യുക്രൈനിലെ സംഘർഷം പരിഹരിക്കുന്നതിന് സ്വീകരിച്ച നടപടികളിൽ പിന്തുണ അറിയിച്ച പ്രധാനമന്ത്രി മോദി സംഘർഷം അവസാനിപ്പിക്കുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ വർഷം അവസാനം നടക്കുന്ന 23ാമത് വാർഷിക ഉച്ചകോടിക്കായി മോദി പുടിനെ ക്ഷണിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 24 ഡൽഹി. ഇന്ത്യയും റഷ്യയും ചൈനയും അടങ്ങുന്ന ഷാങ്ഹായ് കൗൺസിലിൽ ഇന്ത്യൻ നയതന്ത്ര വിജയം.
ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടിന് ഷങ്ഹായ് കൗൺസിൽ അംഗീകാരം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തെ ടിയാൻജിൻ പ്രഖ്യാപനം അപലപിച്ചു. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന് ആമുഖ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകി. ഭീകരവാദം പ്രാദേശിക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും ടിയാൻജിനിലെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാനുഷികതയ്ക്കെതിരായ ആക്രമണമാണ് പഹൽഗാമിൽ നടന്നതെന്ന് പറഞ്ഞ മോദി പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിൽ ചില രാജ്യങ്ങൾ ഭീകരവാദത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നുവെന്ന് വിമർശിച്ചു. पहलगाम में टेररिज्म का बहुत ही घिनौना रूप देखा। यह हमला केवल भारत की अंतरात्मा पर ही आघात नहीं। പഹൽഗാം ഭീകരാക്രമണത്തെ ടിയാൻജിൻ പ്രഖ്യാപനം അപലപിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിലെ ഇരട്ടത്താപ്പ് സ്വീകാര്യമല്ല. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ചെറുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു ടിയാൻജിൻ പ്രഖ്യാപനം. അമേരിക്കയുടെ തീരുവ യുദ്ധത്തിനിടെ ഏകപക്ഷീയമായ നടപടികളെ ശക്തമായി എതിർക്കുന്നുവെന്നും ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ സംയുക്ത പ്രഖ്യാപനത്തിലുണ്ട്. 24 ഡൽഹി. അഫ്ഗാനിസ്ഥാനിലുണ്ടായ അതിതീവ്ര ഭൂചലനത്തിൽ 800 മരണം, 2000-ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ. മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതബാധിതർക്ക് എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഞായറാഴ്ച രാത്രിയോടുണ്ടായ ഭൂചലനത്തിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നംഗഹർ പ്രവിശ്യയിലെ ജലാലാബാദിനടുത്ത് 8 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് ശേഷം 13 തുടർചലനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. ചില ഗ്രാമങ്ങൾ പൂർണ്ണമായും നശിച്ചു. കുനാർ പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായിരിക്കുന്നത്. നൂർഗാൽ, സാവ്കി, വാഡ്പൂർ, മനോഗി തുടങ്ങിയ മേഖലകളിൽ കനത്ത നാശനഷ്ടമുണ്ടായി. ഇന്ത്യയിലും പാകിസ്ഥാനിലും ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. ദുരിതബാധിതർക്ക് എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. അടിയന്തര സഹായം എത്തിക്കാൻ വിദഗ്ധ സംഘം സ്ഥലത്തുണ്ടെന്ന് UN അറിയിച്ചു. 2022-ലുണ്ടായ ഭൂചലനത്തിൽ 1000-ലധികം പേരാണ് മരിച്ചത്. 2023-ൽ പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലനത്തിൽ 4000-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇന്ത്യൻ യൂറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകളുടെ നിരന്തരമായ കൂട്ടിയുടെ ഫലമായാണ് മേഖലയിൽ നിരന്തര ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. വിമാനത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രിയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് തിരിച്ചടി. സിവിൽ ഏവിയേഷൻ വകുപ്പ് ചുമത്തി പ്രോസിക്യൂഷൻ അനുമതി ചോദിച്ച റിപ്പോർട്ടിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു. വിമാന സുരക്ഷാ നിയമം ഈ കേസിൽ നിലനിൽക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അറിയിച്ചു. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തിറങ്ങിയ ഇൻഡിഗോ വിമാനത്തിൽ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. 2022 ജൂൺ 13-നായിരുന്നു സംഭവം. ഫർസീൻ മജീദ്, RK നവീൻ കുമാർ, സുനിത് നാരായൺ എന്നീ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു കേസിലെ പ്രതികൾ. കെട്ടിടത്തിന് പെർമിറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷകന്റെ പരാക്രമം. മലപ്പുറം തുവൂരിലായിരുന്നു സംഭവം. ഓഫീസ് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ജീവനക്കാർക്ക് നേരെ കത്തി വീശുകയും ചെയ്തു. കുരുവാഴക്കുണ്ട് സ്വദേശി മജീദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തന്റെ ഉടമസ്ഥതയിലുള്ള മാമ്പുഴയിലെ വാണിജ്യ കെട്ടിടത്തിന് പഞ്ചായത്ത് പെർമിറ്റ് നൽകാത്തതാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ കാരണം. ക്യാനിൽ പെട്രോളുമായി എത്തിയ മജീദ് പഞ്ചായത്ത് ഓഫീസിന്റെ വരാന്തയിലും മുൻവശത്തും പെട്രോൾ ഒഴിച്ചു. ഇതുകണ്ട് ഓടിയെത്തിയ ജീവനക്കാർക്ക് നേരെ കത്തിവീശി. ഒഴിച്ച പെട്രോളിൽ മജീദ് തെന്നി വീണതോടെ ജീവനക്കാരും ഓഫീസിലുണ്ടായിരുന്ന മറ്റുള്ളവരും ചേർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. ഓടി നടന്നിട്ട് ഒഴിക്കുകയാണ്. അത് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും കത്തിയെടുത്ത് ഓഫീസിന്റെ മുന്നിൽ വന്നിട്ട് ജീവനക്കാരെ നേരെ വീശുകയാണ് ചെയ്യുന്നത്. 2024 ഫെബ്രുവരിയിലാണ് മജീദ് കെട്ടിട പെർമിറ്റിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചത്. പ്രവാസിയായിരിക്കെ സമ്പാദിച്ച പണം മുഴുവൻ ഈ കെട്ടിടത്തിനു വേണ്ടി ചിലവാക്കിയെന്നും അനുമതി ലഭിക്കാത്തതിനാൽ കാഴ്ച പരിമിതിയുള്ള മകന്റെ ചികിത്സ പോലും മുടങ്ങിയെന്നും മജീദ് വിളിച്ചു പറഞ്ഞു. എന്നാൽ കെട്ടിട നിർമ്മാണത്തിൽ പിഴവുകളുണ്ടെന്നും ഇത് പരിഹരിക്കാൻ നിർദ്ദേശിച്ചിരുന്നുവെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. 24 മലപ്പുറം.
ലഹരി കിട്ടാത്തതിനെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരന്റെ പരാക്രമം. ബ്ലേഡ് ഉപയോഗിച്ച് ശരീരത്തിൽ സ്വയം പരിക്കേൽപ്പിക്കുകയും സെല്ലിന്റെ കമ്പിയിൽ തലയിടിക്കുകയും ചെയ്തു. 10ാം ബ്ലോക്കിലെ തടവുകാരൻ ജിബിനാണ് പരാക്രമം കാട്ടിയത്. ഇയാളെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പിന്നീട് മാറ്റി. കാപ്പ ചുമത്തി ജയിലിലടച്ച ജിബിൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം ബ്ലോക്കിലാണ് തടവിൽ കഴിയുന്നത്. ഇന്നലെ ഉച്ചയോടെ സെല്ലിനകത്ത് വെച്ചായിരുന്നു ജിബിന്റെ പരാക്രമം. ബ്ലേഡ് ഉപയോഗിച്ച് ശരീരത്തിലാകെ സ്വയം പരിക്കേൽപ്പിച്ചു. തല സെല്ലിലെ കമ്പിയിലിടിച്ചു പരിഭ്രാന്തി ഉണ്ടാക്കി. സാരമായി പരിക്കേറ്റ ജിബിനെ ആദ്യം പരിയാരം മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചത്. പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ജിബിനെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ജയിലിലെത്തിക്കുമ്പോൾ ജിബിൻ ലഹരിക്ക് അടിമയായിരുന്നു. ലഹരി കിട്ടാത്തതാണ് പരാക്രമത്തിന് കാരണമെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. 24 കണ്ണൂർ. പാലക്കാട് അപകടത്തിൽ പരിക്കേറ്റ് കൈയറ്റുപോയി യുവതി മരിച്ച സംഭവത്തിൽ മറ്റൊരു വാഹനം ഇടിച്ച തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസ്. ദൂരെ നിന്നുള്ള CCTV പരിശോധിച്ചതിൽ മറ്റേതെങ്കിലും വാഹനം ഇടിച്ചതായി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. ദേശീയപാതയിൽ നിയന്ത്രണം തെറ്റി സ്കൂട്ടർ മറിഞ്ഞതാവാം എന്നാണ് നിഗമനം. കോയമ്പത്തൂർ AJK കോളേജിലെ അധ്യാപികയായ പാലക്കാട് ചക്കാന്തറ സ്വദേശിനി ആൻസിയാണ് രാവിലെ നടന്ന അപകടത്തിൽ മരിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെ പുതുശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് അപകടം. ആൻസി ഓടിച്ചിരുന്ന സ്കൂട്ടർ സർവീസ് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ മറ്റേതോ വാഹനമിടിച്ച് സ്കൂട്ടർ മറിഞ്ഞതാകാമെന്നായിരുന്നു നിഗമനം. എന്നാൽ ദൂരെ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ മറ്റു വാഹനങ്ങൾ ഇടിക്കുന്നതായി കാണുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. ദേശീയപാതയിൽ നിന്ന് നിയന്ത്രണം തെറ്റി ആൻസി സഞ്ചരിച്ച സ്കൂട്ടർ താഴെ സർവീസ് റോഡിലേക്ക് മറിഞ്ഞതായിരിക്കാമെന്നാണ് നിഗമനം. അപകടത്തിൽ ആൻസിയുടെ കൈമുട്ടിന് താഴെയാണ് അറ്റുപോയത്. കോയമ്പത്തൂരിലെ ഗംഗാ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകും വഴി വാളയാറിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. പാലക്കാട് കൈക്കുത്തിപ്പറമ്പ് സ്വദേശി വിപിന്റെ ഭാര്യയാണ് 36-കാരിയായ ആൻസി. 24 പാലക്കാട്. CPI മുഖപത്രം ജനയുഗത്തിന്റെ ഓണപ്പതിപ്പിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ലേഖനം. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് വാദിക്കുന്ന ലേഖനത്തിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തിയുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിപ്രായം ഓണപ്പതിപ്പിൽ വന്നു എന്ന് കരുതി CPIയുടെ അഭിപ്രായമാകില്ല എന്ന് മന്ത്രി K രാജൻ പ്രതികരിച്ചു. വോട്ടർ പട്ടിക ക്രമക്കേടിനെക്കുറിച്ച് CPI ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി ഉയർത്തുന്ന വാദങ്ങളെ വിമർശിക്കുന്നതാണ് ജനയുഗം ഓണപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ലേഖനം. അനർഹരായവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതിൽ ഇന്ത്യ മുന്നണി എന്തിനാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ചോദ്യം. വോട്ടർ പട്ടികയിൽ പിശകുകൾ ഉണ്ടെങ്കിൽ അത് ഉയർത്തിക്കാട്ടാനും തിരുത്താനും നിയമപരമായ ഒരുപാട് വഴികളുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തെപ്പറ്റി ഉയരുന്ന ആശങ്കകൾ തെറ്റാണെന്ന് സമർത്ഥിക്കുന്നതാണ് ലേഖനം. ജനയുഗത്തിൽ BJP സംസ്ഥാന അധ്യക്ഷന്റെ ലേഖനമെന്നതിൽ CPIക്കുള്ളിൽ അതൃപ്തിയുണ്ട്. എന്നാൽ സംവാദങ്ങളുടെ ഇടം അടയ്ക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാണ് നേതൃത്വത്തിന്റെ പ്രതിരോധം. സംവാദങ്ങൾക്ക് എപ്പോഴും അടച്ചുവെച്ച ഒന്നാകണം എന്നാർക്കെങ്കിലും അഭിപ്രായമുണ്ട്? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ജനയുഗത്തിൽ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം. അതിൽ വേറെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം അങ്ങ് മാഞ്ഞു പോകുമോ? ഞങ്ങളെ തിരുത്താനൊന്നും BJP അല്ല ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ടില്ല. ജനാധിപത്യം പ്രതിസന്ധികൾ നേരിടുന്നുവെന്ന് വാദിക്കുന്ന ബിനോ വിശ്വത്തിന്റെ ലേഖനവും ജനയുഗം ഓണപ്പതിപ്പിലുണ്ട്. 24 തിരുവനന്തപുരം. ഡൽഹിയിൽ വെള്ളപ്പൊക്ക ഭീഷണി. ഹരിയാനയിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഡൽഹി സജ്ജമെന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറഞ്ഞു. പഞ്ചാബിലെ പ്രളയ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനുമായി സംസാരിച്ചു. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഡൽഹിയിൽ കനത്ത മഴയുണ്ട്, ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വിജയകുമാർ, രാവിലെ മുതൽ തന്നെ ഡൽഹിയിൽ കനത്ത മഴയാണ് ഉള്ളത്. നിലവിൽ ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ സമീപ സംസ്ഥാനങ്ങളായിട്ടുള്ള പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിലും ശക്തമായ മഴ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഹരിയാനയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ പലയിടത്തും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഹരിയാനയിലെ അണക്കെട്ടുകൾ ഇപ്പോൾ തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡൽഹിയിൽ ഒരു വെള്ളപ്പൊക്ക ഭീഷണി മുൻനിർത്തിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഡൽഹിയിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സാഹചര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി രേഖ ഗുപ്ത അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പഞ്ചാബിലെ പ്രളയ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബ് മുഖ്യമന്ത്രിയുമായി സാഹചര്യം ഫോണിലൂടെ വിലയിരുത്തുകയും ഉണ്ടായി. എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. വിജയകുമാർ.
യെസ്, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. നിയമസഭയിലെ ഓണാഘോഷ പരിപാടിക്കിടെ കുഴഞ്ഞു വീണു മരണം. നിയമസഭാ ഡെപ്യൂട്ടി ലൈബ്രറിയൻ ജുനൈസ് ആണ് മരിച്ചത്. വേദിയിൽ ഡാൻസ് കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം. വയനാട് ബത്തേരി സ്വദേശിയാണ്. ഓണാഘോഷത്തിനിടെ കോഴിക്കോട് കളക്ടറേറ്റിൽ ജീവനക്കാരിക്ക് നേരെ ലൈംഗികാതിക്രമം എന്ന് പരാതി. കേസ് സെക്ഷനിലെ ഉന്നത ഉദ്യോഗസ്ഥനെതിരെയാണ് ആരോപണം. സംഭവത്തിൽ ഡെപ്യൂട്ടി കളക്ടർ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ADM-ന് സമർപ്പിക്കും. വ്യാഴാഴ്ച നടന്ന ഓണാഘോഷ പരിപാടിക്കിടെ ജീവനക്കാരിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായെന്നാണ് പരാതി. കലക്ടർ കൂടി പങ്കെടുത്ത പരിപാടിക്കിടെയായിരുന്നു സംഭവം. കെ സെക്ഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ജീവനക്കാരിയോട് മോശമായി പെരുമാറുകയായിരുന്നു. സഹപ്രവർത്തകരുടെ സാന്നിധ്യത്തിലായിരുന്നു അതിക്രമം. യുവതി ADM-ന് പരാതി നൽകി. തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഡെപ്യൂട്ടി കലക്ടർക്കാണ് അന്വേഷണ ചുമതല. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. അതേസമയം പരാതി ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന ആരോപണവും ശക്തമാണ്. ഉദ്യോഗസ്ഥൻ ജീവനക്കാരിയോട് മാപ്പ് പറഞ്ഞു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന ആഭ്യന്തര സമിതിയുടെ പരിഗണനയിലാണ് പരാതിയെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രതികരിക്കാമെന്നും ADM വ്യക്തമാക്കി. 24 കോഴിക്കോട്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ യുവതിയുടെ മരണം കൊലപാതകമെന്ന ആരോപണവുമായി ബന്ധുക്കൾ. ആൺസുഹൃത്ത് ബഷറുദ്ദീൻ ആണ് മരണത്തിന് പിന്നിലെന്നും ഇയാൾ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നതായും ബന്ധുക്കൾ ആരോപിച്ചു. ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അത്തോളി സ്വദേശിനി ആയിഷ റഷയെ ഞായറാഴ്ച രാത്രിയാണ് എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജിം ട്രെയിനറായ ആൺസുഹൃത്ത് ബഷീറുദ്ദീനൊപ്പമാണ് പെൺകുട്ടി താമസിച്ചിരുന്നത്. കണ്ണാടിക്കൽ സ്വദേശിയായ ആൺസുഹൃത്ത് തന്നെയാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിയായ യുവതി 4 ദിവസം മുമ്പ് കോഴിക്കോട്ടെത്തിയിരുന്നെങ്കിലും വീട്ടിലേക്ക് പോകാതെ യുവാവിനൊപ്പം കഴിയുകയായിരുന്നു. ആയിഷ റഷ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ബന്ധുക്കൾ. ബ്ലാക്ക്മെയിൽ ചെയ്തതുകൊണ്ടായിരിക്കണം, മാനഹാനി കൊണ്ട് ഈ കുട്ടി ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചതോ അതല്ലെങ്കിൽ ഇവൻ തന്നെ അത് ഈ കുട്ടി പുറത്ത് പറയും എന്നൊരു തോന്നൽ കൊണ്ട് ഇവളെ കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. കാരണം പിന്നെ ഇവൻ പറയുന്ന തെളിവുകളൊന്നും നമുക്ക് വിശ്വസനീയമല്ല. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് നടക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ ആൺസുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ അനധികൃത മരം മുറിക്കൽ. അപകടകരമായ ചില്ലകൾ വെട്ടിയൊതുക്കാൻ ഉള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ വൻതോതിൽ മുറിച്ചു കടത്തിയത്. മരം മുറിച്ചു കടത്തിയതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ കുട്ടികളുടെ അഡ്വഞ്ചർ പാർക്കിനു സമീപത്താണ് വ്യാപക മരമുറി നടന്നിരിക്കുന്നത്. അക്കേഷ്യ ഉൾപ്പെടെ ചെറുതും വലുതുമായ 30ഓളം മരങ്ങൾ മുറിച്ചു കടത്തി. മരക്കുറ്റുകൾ കത്തിക്കാനും ശ്രമം നടത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ജൂൺ മാസം മുതലാണ് മരമുറി ആരംഭിച്ചത്. മരം മുറിക്കാൻ ടെൻഡർ ക്ഷണിച്ചിട്ടില്ലെന്നും 10 മുതൽ 15 ലോഡ് വരെ മരങ്ങൾ ആക്കുളത്ത് നിന്ന് കൊണ്ടുപോയതായും പ്രദേശവാസികൾ 24-നോട് പറഞ്ഞു. ഏകദേശം ഒരു 10-12 ലോഡുകൾ തന്നെ അക്കേഷ്യ പോലുള്ള വലിയ വലിയ മരങ്ങൾ ഇവിടെ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടതായിട്ട് കാണപ്പെട്ടു. മരമുറിയുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന വിശദീകരണങ്ങളിൽ വലിയ പൊരുത്തക്കേട്. അപകടകരമായ മരങ്ങൾ മുറിക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ടെന്ന് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് മാനേജർ ദീപ കെ വാസിന്റെ വിശദീകരണം. കഴിഞ്ഞ ആഴ്ച മരം വീണപ്പോഴും ഒരു മരം ഷെഡിന്റെ പുറത്തൂടെ വീണു. അപ്പോൾ അങ്ങനെ വന്ന മരങ്ങൾ നമ്മൾ ഈ പറയുന്ന കളക്ടർ കൊടുത്ത് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് മുറിച്ചിരിക്കുന്നത്. മരങ്ങൾ മുറിച്ചിട്ടില്ല, അപകടകരമായ രീതിയിൽ നിന്ന് ശിഖരങ്ങൾ മാത്രമാണ് മുറിച്ചതെന്ന് DTPC സെക്രട്ടറി സതീഷ് മിറാൻഡ. കാറ്റത്തും മഴയത്തും താഴെ വീണ് കുറെ കാലമായിട്ട് കിടന്ന ഡിസ്റ്റർബൻസ് ആയപ്പോൾ അതിനെ റിമൂവ് ചെയ്ത് മാറ്റി. ബാക്കി ശിഖരങ്ങളൊക്കെ നമ്മൾ ട്രിം ചെയ്തു. ആക്കുളത്തെ മരമുറിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ വ്യക്തമാണ്. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അടിയന്തര ശ്രദ്ധയിലേക്കാണ് ഈ വിഷയം എത്തിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിന് വിദേശയാത്രാനുമതി നിഷേധിച്ച് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി. സാമ്പത്തിക തട്ടിപ്പ് കേസിലെ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായാണ് നടപടി. അവാർഡ് നൈറ്റിൽ പങ്കെടുക്കാൻ ദുബായിൽ പോകണമെന്നാവശ്യപ്പെട്ട് സൗബിൻ നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത്. പരാതിക്കാരനും പ്രോസിക്യൂഷനും ആവശ്യത്തെ എതിർത്തു. സൗബിൻ ദുബായിലെത്തിയാൽ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കുമെന്നായിരുന്നു പരാതിക്കാരന്റെ വാദം. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് മരട് പോലീസ് സൗബിനെ പ്രതി ചേർത്ത് കേസെടുത്തത്. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്.
ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.